ഹലോ ഗായ്സ്, KL കാനഡ കപ്പിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളുടെ വീഡിയോ ചാലഞ്ച് ആണ്. എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് ഞാൻ ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ആ ഒരു ചാലഞ്ചില്. അപ്പൊ അതൊന്ന് ചെയ്യാന്ന് വിചാരിച്ചു. സജയ് പക്ഷെ ഭയങ്കര കോൺഫിഡൻസ് ഇല്ല അല്ല സജയ് എല്ലാ ആൻസർ പറയുന്നുള്ളത്. കാരണം ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഒരുമിച്ചൊക്കെ ആയിരിക്കും ചിലപ്പോൾ പോകുന്നത്. അതുകൊണ്ട് സജയ്ക്ക് കുറച്ചൊക്കെ അറിയാമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം സജയ്ക്ക് അറിയാവോ ഇല്ലയോ അല്ലേ. സജയ് സ്റ്റാർട്ട് ചെയ്യാം. എന്ത് റിലേറ്റഡ് പ്രൊഡക്ട്സ് ആണ്? കൂടുതലും ഒരു ഫീമെയിൽ റിലേറ്റഡ് പ്രൊഡക്ട്സ് ആണ്. എക്സ്പെക്ട് ചെയ്തിരുന്നു. അടുത്ത കാണിക്കട്ടെ. കേരള ഹെയർ കെയർ ചെയ്യുന്ന സാധനം. ഹെയർ ഒന്ന് കേൾ ചെയ്ത് ബേബി ചെയ്യുന്നൊരു ഹെയർ കെയർലർ എന്ന് പറയുന്നത്. ശരി, അപ്പം ഒരു പോയിന്റ് കിട്ടി. എത്ര പോയിന്റ്? 13-ലോ 12-ലോ. ഓക്കെ, നെക്സ്റ്റ്. ഇത് മിക്കവാറും ഐലാഷ് സെറ്റ് ചെയ്യുന്ന സാധനമായിരിക്കും. എങ്ങനെ മനസ്സിലായോ? ശരി, എങ്ങനെ കിട്ടി നിനക്ക്? അതെങ്ങനെ കിട്ടാൻ? അത് അതിന്റെ ഒരു കണ്ണിന്റെ ആകൃതി പോലെ തോന്നി. പിന്നെ മുകളിൽ ഇങ്ങനെ വരയുണ്ട്. പിന്നെ ഇത് എന്തായാലും ഒന്നില്ല മീശ കോമ്പിയാണുള്ളതായിരിക്കും. പെമ്പിളാർക്ക് മീശയില്ലല്ലോ, അപ്പൊ അത് ഐലാഷ് ആയിരിക്കും. ഐലാഷ് ഇങ്ങനെ കോമ്പ് ചെയ്യാൻ വേണ്ടിട്ട്. ഇത് മസ്കാര ആപ്ലിക്കേറ്റർ. ഓക്കെ, അപ്പൊ നീ ഇനി അതിന് കൃത്യമായിട്ടുള്ള നെയിമും പറയാൻ ശ്രമിക്കണം. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അങ്ങനെ 2 പോയിന്റ്സ് ആയ. ഇത് നീ എന്തായാലും പറയും. ഫേസ് സ്ക്രബ്ബർ, സിലിക്കോൺ ഫേസ് സ്ക്രബ്. ഇതും പറയുമായിരുന്നു. ഇത് പ്ലക്കറാണ്. എനിക്ക് ഐലാഷ് പ്ലക്കറോ അല്ലെങ്കിൽ ഐലാഷ് പ്ലക്കറോ അങ്ങനല്ല. യൂഷ്വലി അല്ല, യൂഷ്വലി ഇത് ഡൂ ചെയ്യുന്നത്, ഇത് ഉപയോഗിക്കുന്നത് മിക്കവാറും പിമ്പിൾസ് റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ വല്ല ഹെയർ റിമൂവ് ചെയ്യാൻ വല്ലതായിരിക്കും. ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറ. എന്താ ആലോചിക്കട്ടെ എന്തിനത് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ. ഓക്കെ, പ്ലക്കറാണ്. എന്ത് പ്ലക്ക് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്? ഒറ്റയ്ക്ക് വളർന്നു വരുന്നത് മുടിയും ഒക്കെ പ്ലക്ക് ചെയ്ത് കളയാൻ വേണ്ടി. ചെറിയ മുടി ചില സ്ഥലങ്ങളിൽ അതിപ്പോ എനിക്ക് ഇവിടെ ആയിട്ട് ചെറിയ ഇതുണ്ട്, അത് മാത്രമായിട്ട് പ്ലക്ക് ചെയ്ത് കളയാൻ. സിമ്പിൾ ആണോ? ആക്ച്വലി ഇത് ഐബ്രോ പ്ലക്കറാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇല്ല, പിമ്പിൾ പ്ലക്ക് ചെയ്യാനൊക്കെ ഐലാഷ് ഇതും ഐബ്രോ ഇതുമാണ്. അതെനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പൊ ഇതിന് ഞാൻ 1/2 മാർക്ക്. അപ്പൊ പ്ലക്കർ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് 4 പോയിന്റ്സ്. 4 out of 4 ഉണ്ട് ഇപ്പൊ സജിക്ക്. ഇതെന്തിനാ? ഇത് മിക്കവാറും ഒരു മസാജർ ആവാൻ അല്ല, ഇത് സിമ്പിൾ. ഇത് ഞാനൊരു ഊഹം വെച്ചിട്ട് പറയാം. മിക്കവാറും ക്യൂടെക്സ് ഇടുന്ന വിരൽ തമ്മില് സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ്. എവിടെയും കണ്ടിട്ടില്ല, അത് ലോജിക്കാണ്. ഞാൻ ആദ്യം മസാജ് ചെയ്യുന്ന സാധനമാണെന്ന് പറഞ്ഞത്. പിന്നെ ഓർത്ത് ഇങ്ങനെ വെച്ച് മസാജ് വിരലിന്റെ ഇടയിൽ കയറ്റി വെച്ചിട്ട് ഇടിക്കുന്ന സാധനം പോലില്ലേ അത്. ഞാൻ ഓർത്തു അത് അതിനല്ലായിരിക്കും. എന്തായാലും ഇപ്പം വിരലിങ്ങനെ അകന്നിരിക്കും. വിരലകന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ക്യൂടെക്സ് ഇടാനായിരിക്കുമല്ലോ. അപ്പൊ കാലിന്റെ ക്യൂടെക്സ് ഇടാൻ വേണ്ടി. വീഡിയോ എല്ലാം കണ്ട? ഇല്ല ഇല്ല, വീഡിയോ കണ്ട. 5. ഓക്കെ, ഇത് ടോ സെപ്പറേറ്റേഴ്സ്. ടോ ഫിംഗേഴ്സ് സെപ്പറേറ്റേഴ്സ്. ഓക്കെ, നെയിൽ പോളിഷ് ഇടുമ്പോൾ വിരലുകൾ തമ്മിൽ ഒട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പടരാതിരിക്കാൻ വേണ്ടിട്ട് വെക്കുന്നതാണ്. ഞാൻ കഷ്ടപ്പെട്ടു. ഇനി നീ പറയാ ബുക്ക് വായിച്ചു. നല്ലൊരു ബുക്ക് ഉണ്ട്, അതിനകത്ത് എല്ലാം എഴുതി വെച്ചിട്ട് എന്നോട് നോക്കരുത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വായിച്ചില്ല. സത്യം മനസ്സിലാ. ഇതിനും പറ. മതി, അത്രയും
കണ്ടാ മതി. മതി. ഇത് ഹെയറിൽ കേർൽ ചെയ്തിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയുള്ള സാധനമായിരിക്കും. ആസ് എ വൈൽഡ് ഗസ്. അതായത് ഒരു പിങ്ക് കളർ കണ്ടതുകൊണ്ടും ആ വട്ടത്തുള്ള ഒരു പിടിച്ചു വെക്കാനുള്ള ഒരു നേച്ചർ ഉണ്ടായിരുന്നു. അതായത് ഹെയർ പോലത്തെ കേൾ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് കിടന്നുറങ്ങാൻ പറ്റും. ഇതും കൊണ്ടൊക്കെ എനിക്ക് തോന്നുന്നില്ല, അറിയില്ല. അല്ലാതെ വേണമെങ്കിൽ കേൾ ചെയ്തൊക്കെ വിൽക്കാം. പക്ഷെ ഞാൻ ട്രൈ ചെയ്തതും എൻ്റെ ഞാൻ കുറേ പ്രാവശ്യം കേളിയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ട് കേളാകുന്നില്ല, ഇങ്ങോട്ട് സമ്മതിക്കുന്നില്ല. ഇത് സംഭവം ഓൾറെഡി ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ബട്ട് ഇത് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? ഇത് ഇവിടെ വന്നിട്ടുള്ള ഇതാണെങ്കിൽ ഇവിടെ വന്നിട്ടാണ് ഈ ഒരു സാധനം ഞാൻ ഗസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. കാരണം ഇതിന് വാക്സ് സ്റ്റിക്ക് എന്നാണ്, അല്ലാണ്ട് വാക്സ് ചെയ്യുന്ന സാധനമല്ലോ. അപ്പം ഇവിടുത്തെ ആൾക്കാർ ഈ സൈഡിലത്തെ മുടിയൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് നല്ല പോലെ വെക്കുന്ന ആൾക്കാരാണ്. കനേഡിയൻസും അല്ലാണ്ട് വെളിയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ ഒരു ഫാഷൻ നല്ല രീതിയിൽ ഇത് സ്റ്റിക്ക് ചെയ്തിട്ട് ഹെയർ ഒട്ടിച്ച് വെക്കും. നമ്മുടെ പശു നക്കിയതൊക്കെ പറയത്തില്ല, അതുപോലെ വെക്കും. ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒരു ഫെവിക്കോൾ എടുത്തിട്ട് തേച്ചിട്ട് ഇങ്ങനെ തലയോട്ട് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ എനിക്ക് അതുപോലെ ഇരിക്കുന്നു. നാട്ടിൽ ആരും ഞാൻ കണ്ടിട്ടേ ഇല്ല. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഹെയർ ഇടുന്ന അല്ലേ? അപ്പൊ ഉണ്ടാകുമായിരിക്കും. എന്നാലും ഉടനെ വരാൻ സാധ്യതയില്ലാത്തൊരു സാധനമാണ്. പക്ഷെങ്കിലും ചിലപ്പം വരുമായിരിക്കും. നോക്കാം. എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. കൂടുതലും ഈ ബേബി ഹെയർസ് ഉണ്ടല്ലോ, ബേബി ഹെയർസ് ഞാൻ ഇപ്പൊ അഴിച്ചിടുന്നോണ്ട് എല്ലാം ഇങ്ങനെ കിടക്കാം. അല്ലാതെ ഈ കെട്ടി വെക്കുന്നവർക്ക് ഈ ബേബി ഹെയർസ് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മുടികൾ വരത്തില്ലേ, അപ്പം അതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാനും കെട്ടി വെക്കുന്നവർക്കൊക്കെ അതൊക്കെ നല്ല. അപ്പം നാട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. യെസ്, ഞാൻ ഇനി ഒന്നേ കാണിക്കത്തുള്ളൂ. ഇത്ര കാണിച്ച് കഴിഞ്ഞു. ഇത്രയൊക്കെ സൂം ഒന്നും ഇല്ല സഞ്ജയ്, ഇതില് സൂം ഇല്ല. 1 2 3 4 5 കഴിഞ്ഞു. ഇനിയും പറ. ഇത് മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. മിക്കവാറും വല്ല നോസ് റിലേറ്റഡോ അല്ലെങ്കിൽ ഇയർ റിലേറ്റഡോ ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും. നോസ് നോസിൽ എന്ത് ചെയ്യാനാ? എങ്ങനെ? നോസില് പൂട കളയാൻ വേണ്ടിയുള്ളതായിരിക്കും. അകത്താ എന്നാ വാക്സ് ചെയ്യാൻ വേണ്ടിയുള്ളതായിരിക്കും. വാക്സ് ചെയ്യുമ്പം ലോക്ക് ചെയ്യണം. വാക്സ് ചെയ്യുമ്പം ലോക്ക് ചെയ്യാനായിട്ട് വാക്സ് ചെയ്യാനുള്ളത്. ഓക്കെ, ഉറപ്പിച്ചേ. യൂസ് ചെയ്യാനത് എങ്ങനെ യൂസ് ചെയ്യാൻ തോന്നുന്നില്ല, മൂക്കായിരിക്കണം. ഓക്കെ, നോസ്. അപ്പം ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായില്ല. നീ പറഞ്ഞത് എങ്ങനെ അപ്ലൈ? മുകളിലൊരു തുള ഉണ്ടല്ലോ, അത് മൂക്കിലോട്ട് കയറ്റി വെച്ചിട്ട് സക്ക് ചെയ്ത് കളയായിരിക്കും. എങ്കിൽ ഞാൻ പറയട്ടെ, ഇത് നമ്മുടെ വിജയം. ഞാൻ കണ്ടിട്ടേ ഇല്ല. അത് ഇത് നെയിൽ പോളിഷ് വെക്കാനുള്ള സാധനം. ഇതിങ്ങനെ വെച്ചിട്ട് നെയിൽ പോളിഷ് എങ്ങും പോകാം. വിരല് വെച്ചിട്ട് നെയിൽ പോളിഷ് ഇതിന്റെ മണ്ടയ്ക്ക് ഈസി ആയിട്ട് ഇങ്ങനെ എനിക്ക് തോന്നിയാലും വിരലിടുന്ന സാധനമാണ്. പക്ഷെ അതൊരു മൂക്കിന്റെ ഷേപ്പുള്ള പിന്നെ ഓർത്ത് ഇനി മൂക്കിലിടുന്നതായിരിക്കും. ആ മൂക്കിന്റെ വട്ടം പോലില്ലേ, അങ്ങനെ സജയ് ഒരെണ്ണം പോയി. അത് ജീവിതത്തിൽ ആരും യൂസ് ചെയ്യാത്തൊരു അഴുക്ക് പ്രൊഡക്റ്റ് ആയോണ്ടായിരുന്നു. പിന്നെ അഴുക്ക് പ്രൊഡക്റ്റ് എന്നാലും പിന്നെ നിനക്ക് അറിയത്തില്ലെങ്കിൽ പിന്നെ അത് അഴുക്ക് പ്രൊഡക്റ്റ്. അപ്പൊ അടുത്ത് ചോദിക്കട്ടെ, നിങ്ങൾ എന്റെ കൂടെ തന്നെ ഗസ് ചെയ്തു. ആകുമ്പം ഞാൻ എന്റെ വാദം ശരിയുണ്ടെന്ന് അറിയാമല്ലോ. കല്യാണം കഴിച്ച എല്ലാ ഹസ്ബൻഡുമാർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ ഈ പർച്ചേസ് ചെയ്യാൻ പോയി എല്ലാ സാധനവും. 2 കൊല്ലം മുന്നേ ചോദിച്ചാൽ പറയില്ല, ഇതിപ്പോ ചോദിച്ചോണ്ട്. ഇനി അടുത്തത്. ഓക്കെ, ഫേസ് ടിഷ്യൂ. ഫേസ് ടിഷ്യൂ ആണോ ഇത്?
അല്ല ഇത് വാക്സ്, ഹെയർ റിമൂവൽ വാക്സ്. എന്തായാലും സിമ്പിൾ അല്ലേ ഹെയർ? പിന്നെ അത് എങ്ങനെ സിമ്പിൾ ആകുന്നത്? ഇതിനകത്ത് ഒരു ഇങ്ങനായിട്ട് അവരെന്തായാലും ടിഷ്യൂ തരേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഹെയർ ഹെയർ വാക്സ് നമ്മള് വാക്സ് ചെയ്യുന്ന ഒട്ടിച്ചിട്ട് പറയുന്നത്. നമുക്കൊന്ന് നിന്റെ ദേഹത്തില് ഒന്ന് ഇടയ്ക്ക് ഒന്ന് ട്രൈ ചെയ്തായിരുന്നു. ഭയങ്കര പക്ഷെ കുറച്ച് അത് അഴുക്ക് സാധനമായിരുന്നു നമ്മള് വാങ്ങിച്ചത്. അങ്ങോട്ട് ഒട്ടിക്കും ഇളക്കി നോക്കുമ്പോൾ പശ മൊത്തം ദേഹത്ത് കാണും. അതുകൊണ്ട് പിന്നെ നമ്മള് ഒത്തിരി യൂസ് ചെയ്തില്ല. പിന്നെ നല്ല കട്ടി രോമമായിട്ട് വരുന്നുണ്ട്. ഓക്കെ നെക്സ്റ്റ് 1 2 3 4 5 കഴിഞ്ഞു. ഇനി പറ. ഹെയർ കളർ. അത് നമ്മൾ ഇത് ഒറ്റ ഒരെണ്ണോട്ട് വെച്ച് ഞാൻ കണ്ടുപിടിക്കില്ലായിരുന്നു. ഇത്രയും വെച്ചേക്കുന്നതാണ് ഞാൻ കണ്ടുപിടിച്ചത്. ഇതാണ് രാത്രി കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഇപ്പം കൂടുതലും ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനം. ഇതിങ്ങനെ വെച്ചിട്ട് ടൈ ചെയ്തിട്ട് ഉറങ്ങുക. ഇതുവരെ ഒന്നല്ലേ തെറ്റിച്ചുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഐലാഷ് ഫിറ്റ് ചെയ്യുന്ന സാധനം. ഫിറ്റ് ചെയ്യുന്നത് ഐലാഷ് സ്റ്റിക്കർ. ഐലാഷിന്റെ മറ്റേ സാധനം എടുത്ത് വെച്ചിട്ട് പ്ലക്കർ പ്ലക്കറാണെന്ന് പറയും. ഓക്കെ, ഉറപ്പിച്ചല്ലോ. ഉറപ്പിച്ചു. ഇത് ഐലാഷ് കേളറാ. ഒറിജിനൽ കേൾ ചെയ്യുന്ന സാധനമാണ്. അല്ലല്ലോ, അത് വെച്ചാണെങ്കിലും നമുക്ക് കേൾ ചെയ്യാം. അല്ല, അതല്ല സാധനം. ഇത് കേൾ ചെയ്യാം. പക്ഷെ കേൾ ചെയ്യുന്നതാ. ചൂടാക്കാണ്ട് എങ്ങനെ കേളാന്ന? ചൂടാക്കണ്ട, അത് ചൂടൊന്നും ആകണ്ട. അതിങ്ങനെ വെച്ചിട്ട് നമ്മളുടെ ഈ ഒരു ഇതില്ലേ, ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ കേൾ ചെയ്യുന്നത്. എന്തേലും ഓക്കെ പോയിന്റ് എടുത്തു. എവിടെയോ കണ്ടതല്ല. ഇത് വെള്ളത്തിൽ ഇടുമ്പോഴത്തേക്ക് ടിഷ്യൂ പോലെ വരുന്നതാണെന്ന് തോന്നുന്നു. അതോ വീർത്ത് വരും എന്തായാലും വെള്ളത്തിൽ ഇടുമ്പോ. ഇത് എവിടെ കണ്ടതല്ല, പരിചയമുണ്ട് ഇത്. മണിക്കുട്ടി ഓടുക. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് കുളിക്കാൻ നേരത്ത് ബാത്ത് ടപ്പിൽ ഇടുന്ന സാധനമായിരിക്കും. തെറ്റാണ്. ടാംപോൺസ് മറ്റേ പീരീഡ്സിന് വെക്കുന്നതാ. നമ്മള് മെൻസ്ട്രൽ കപ്പില്ലേ, അത് ഇൻസേർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇത് ഇൻസേർട്ട് ചെയ്തിട്ട് വലിക്കും. ഇതപ്പം വലുതാകും, അബ്സോർവ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന. പക്ഷെ ഇത് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് റിവ്യൂ കണ്ടിട്ട് ഞാൻ പിന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. തെറ്റിപ്പോയി സജയ്. അതറിയായിരുന്നു, അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഉണ്ടെന്ന് അറിയായിരുന്നു. പ്രൊഡക്റ്റിനെ പറ്റി കേട്ടിട്ടില്ല. ഓക്കെ, ലാസ്റ്റ് അതിനകത്തൊന്നും എഴുതിയിട്ടില്ല. ഇത്രയും മതി. എന്താ ഇത്ര സൂം ഒന്നും ഇല്ല, ഇത്ര പറ്റത്തുള്ളൂ. ചേടാ 1 2 ഫേസ് മാസ്ക് മേക്കർ ആണോ? അല്ലെങ്കിൽ സ്റ്റെറിലൈസറും അല്ല. ഫേസ് മാസ്ക് മേക്കർ. ലോക്ക് ചെയ്യാം. ഇത് ഹീറ്റിംഗ് പാഡാണ്. നമുക്ക് പീരീഡ്സ് ഒക്കെ ആകുമ്പോ വയറല്ല ആ ഷേപ്പ് ആയിരുന്നു. ഇങ്ങനെ കേർവ് ആയിട്ട് ഇരിപ്പുണ്ട് ഷേപ്പ്. ഇത് വലുതാണ് ആക്ച്വലി. ഞാനാണല്ലോ കണ്ടിട്ട് എനിക്ക് ഫേസ് മാസ്ക് മേക്കർ പോലെ തോന്നി. തെറ്റിപ്പോയി. ഇപ്പൊ ഒരു 4 എണ്ണം തെറ്റി. 3 എണ്ണം. മറ്റേത് ഐലാഷ് എന്തായിരുന്നു പറഞ്ഞത്? 4 എണ്ണം.
അങ്ങനെ ഗൈസ് 4 എണ്ണം തെറ്റി. ബാക്കി പക്ഷെ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ പറയത്തില്ലെന്ന് വിചാരിച്ചതെല്ലാം പറഞ്ഞു, പക്ഷെ പറയുന്നു വിചാരിച്ചതൊന്നും പറഞ്ഞില്ല. എന്തായാലും കൊള്ളാന്ന്, നല്ല അറിവുണ്ട്. അതിനകത്ത് ആ പ്ലക്കർ ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരുന്നു. പിന്നെ അത് ഞാൻ പിരീഡ്സ് മാർക്ക് തന്നാണല്ലോ പ്ലക്കർ. ഇപ്പൊ തെറ്റി നീ പറഞ്ഞത് പ്ലക്കർ ഐലാഷ് ഐലാഷ് പ്ലക്കറിനായിരുന്നു കേരളം. ആ അത് അതിനും യൂസ് ചെയ്യുന്ന സാധനമാണ്, അതിനും അത് യൂസ് ചെയ്യാം. അങ്ങനെ നോക്കുമ്പോ ഓൾമോസ്റ്റ് അല്ലേ ശരിയായിരുന്നു. 3 എണ്ണം അത് ഞാൻ കണ്ടിട്ട് പോലില്ലാത്ത 3 സാധനം. എന്തായാലും നമ്മുടെ ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സജി ഒരു 3 എണ്ണം തെറ്റിച്ചു. ഓക്കെ 9 മാർക്കും 12 ക്വസ്റ്റ്യൻസ് ചോദിച്ചു അല്ലേ? 12 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിനകത്ത് 9 മാർക്ക് കിട്ടി. സജയ് പാസ്സായിരിക്കുന്നു. ഇനി ചലഞ്ച് വേണോ ഇങ്ങനത്തെ? വേറെ ഉണ്ട് ഇപ്പൊ? ഇല്ല, ഞാൻ ചോദിച്ചതാ. വേണ്ട, നമുക്ക് ഇന്നത്തേക്ക് ഇത് നിർത്താൻ എനിക്ക് വയ്യ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ആരോടെങ്കിലും ചോദിച്ചോ, നിങ്ങളുടെ ഹസ്ബൻഡോ ബോയ് ഫ്രണ്ടോ ഒക്കെ ചോദിച്ചോ. എന്തായാലും നിങ്ങൾ ഈ ചലഞ്ചൊക്കെ ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ ബൈ. Like, share, subscribe. Thank you for watching this video. Bye.